Hello dear students, welcome back to EduValor 2.0. +1 ബിസിനസ് സ്റ്റഡീസിന്റെ വീഡിയോസ് ഒരുപാട് പേരായി ചോദിക്കുന്നു. നമ്മൾ +1 ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് ആണ് ഇടുന്നത്. ഇതിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം +1 കുട്ടികളുടെ സെയിം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. സോ ചാപ്റ്റർ വൈസ് ഉള്ള ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ ചാപ്റ്റർ 1 നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള പാഠമാണ്. അപ്പോൾ ചാപ്റ്റർ 1 അത്യാവശ്യം വെയിറ്റേജ് ഉള്ള പാഠമാണ് കേട്ടോ. ഒരുപാട് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ അവിടെ നന്നായി ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട 4 ക്വസ്റ്റ്യൻസ് ആണ് മിസ്സോടെ എഴുതിയിട്ടുള്ളൂ. ഇത് 4ഉം എത്ര മാർക്കിനെ വരിക എന്ന് പറഞ്ഞുതരാം. ആദ്യം വാട്ട് യു മീൻ ബൈ ബിസിനസ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്കാണ് ഇത് പോവാറ് കേട്ടോ. ദെൻ പിന്നീട് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് 3 മാർക്കിനോ ഷോർട്ട് എസ്സേ, അതായത് ഷോർട്ട് മാർക്കിനൊക്കെയാണ് നമുക്കിത് ചോദിക്കുള്ളൂ. ഓക്സിലറി ടു ട്രേഡ് നമുക്ക് 4 മാർക്ക് 5 മാർക്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എയ്ഡ്സ് ടു ട്രേഡ് എന്നൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എയ്ഡ്സ് ടു ട്രേഡ്, ഓക്സിലറി ടു ട്രേഡ് ഏതൊക്കെയെന്നറിയോ? നമ്മുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ എന്താ പറയുക, അഡ്വർടൈസ്മെന്റ്, അതൊക്കെ ഇല്ലേ, ഫൈനാൻസ്, ഇൻഷുറൻസ്, അതൊക്കെയാണ് ഓക്സിലറി ടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുമ്പോൾ. ദെൻ ബിസിനസ് റിസ്ക്, നേച്ചർ ആൻഡ് കോസസ് ഓഫ് ബിസിനസ് റിസ്ക് നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മോഡൽ എക്സാമിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നതനുസരിച്ചിട്ട് മാറ്റാൻ ചാൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസം എന്നല്ലാതെ വേറൊരു വ്യത്യാസം നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയും ടോപ്പിക്സുകൾ വേഗം പോയി പഠിക്കാം. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫോംസ് ഓഫ് കമ്പനിയാണ്. ചാപ്റ്റർ 2 ഫോംസ് ഓഫ് കമ്പനി. ഇതാണ് ഈ ഒരു പുസ്തകത്തിലുള്ള 2 വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ ഏറ്റവും വലുത്. ചാപ്റ്റർ 2 ഇവിടെ നമുക്ക് അത്യാവശ്യം ടോപ്പിക്സ് ഒരുപാട് മിസ് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. 8 മാർക്കിന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠത്തിൽ നിന്നുള്ളത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ് പഠിക്കാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫീച്ചേഴ്സും മെറിറ്റും പഠിക്കാം. ടൈപ്സ് ഓഫ് പാർട്ട്ണർ 4 മാർക്കിന് ചോദിക്കാം. മൈനർ എ പാർട്ട്ണർ കമന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് 3 മാർക്കിന് ചോദിക്കാം. ജോയിന്റ് ഹിന്ദു ഫാമിലിയുടെ ഫീച്ചേഴ്സ് 4 മാർക്കിന് ചോദിക്കാം. പ്രിവിലേജസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി 4 മാർക്കിന് ചോദിക്കാം. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി തമ്മിലുള്ള ഡിഫറൻസസ് 4 മാർക്കിന് ചോദിക്കാം. ഈ എല്ലാ ടോപ്പിക്സും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചരിത്രം ഉണ്ട് കേട്ടോ. ഇതെല്ലാം മിസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയപ്പോൾ ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം ചോദിച്ചിരുന്നു. സോൾ ട്രേഡിങ്ങോ ജോയിന്റ് സ്റ്റോക്കോ കോർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നു. 4 മാർക്ക് മൈനർ എ പാർട്ട്ണർ ചോദിച്ചിരുന്നു. ഇതിൽ മിസ് ഇൻക്ലൂഡ് ചെയ്യാത്ത ടോപ്പിക് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അപ്പോൾ ബാക്കിയുള്ളത് നന്നായി പഠിക്കണം. ഈ ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് പോയാൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 3. ചാപ്റ്റർ 3 ഗവൺമെന്റ് കമ്പനിയുടെ പാഠങ്ങളാണ്. 3 ഗവൺമെന്റ് കമ്പനീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമുക്ക് പറയുന്നത്. ഇവിടെ 3 ടൈപ്പ് ഏതൊക്കെയെന്നറിയോ? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് കമ്പനി. 3 സെക്ടറിൻ്റെയും എക്സാമ്പിൾസ് അറിയണം. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ മെറിറ്റും അറിയണം. അതിൽ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഒന്നും പറ്റിയില്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് പഠിച്ച എക്സാമിന് മറ്റേത് വരുമെന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാം. ദെൻ ഇതിൽ MNCs ഫീച്ചേഴ്സ്, അതായത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനി എന്താണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അതായത് എക്സാമ്പിൾസ് അറിയണം. ഇപ്പോൾ കൊക്കോകോള അങ്ങനത്തെ കമ്പനി ഉണ്ടല്ലോ, അതായത് എല്ലാ സ്ഥലത്തും വ്യാപിച്ച് ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ് അവർ. ഓക്കെ, ദെൻ ചാപ്റ്റർ 4 ഗുഡ്സ് സർവീസസും തമ്മിലുള്ള ഡിഫറൻസസ് 3 മാർക്കിന് പഠിക്കാം. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് 8 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. മേ ബി 8 മാർക്കിലേക്കും പോവാം. അതായത് വാട്ട് യു മീൻ ബൈ ഇൻഷുറൻസ് ചോദിച്ചിട്ട് അതിന്റെ പ്രിൻസിപ്പിൾസ് ചോദിക്കും. ദെൻ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് നമുക്ക് മോഡൽ എക്സാമിൽ ചോദിച്ചിരുന്ന ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് 4 മാർക്കിലേക്കാണ് ആ ക്വസ്റ്റ്യൻ പോവുക. ടൈപ്സ് ഓഫ് വെയർ ഹൗസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ബൗണ്ടഡ് വെയർ ഹൗസ്, പബ്ലിക്, പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെയർ ഹൗസിന്റെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ 5th ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ബിസിനസിന്റെ പാഠമാണ്. ചാപ്റ്റർ 5 ഇവിടെ നമുക്ക് വെയിറ്റേജ് കുറവാണ് എങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതലുള്ള പാഠാണിത്. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. 1 മാർക്കൊക്കെ ഇതിൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ. ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചിരിക്കണം. സ്കോപ്പ് ഓഫ് ഈ ബിസിനസ് പഠിച്ചിരിക്കുക 4 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ് 4 മാർക്കാണ്. പ്രോസസ് ഓഫ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് 4 മാർക്കാണ്. ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് മെക്കാനിസം. ഇതിലൊന്നും നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല.
പക്ഷേ ആ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, നമുക്കറിയണം. അതായത് ഒക്കെ 4 മാർക്കിനൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നന്നായി ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും റിപ്പീറ്റഡും. ദെൻ 6th ചാപ്റ്റർ വളരെ കുഞ്ഞ പാടാണ്. ഇത് സ്കിപ്പ് ചെയ്യുന്ന കുട്ടികളുമുണ്ട് പഠിക്കാതെ, ബാക്കിയുള്ള പാഠങ്ങൾ പഠിച്ചിട്ട്, കാരണം നമുക്കത് ഓവർ ക്വസ്റ്റ്യൻ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടോപ്പിക് മിസ് എടുത്തിരുന്നത് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് അറിയാം, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആർഗ്യുമെന്റ് അഗെയിൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി 4 മാർക്കിന് ചോദിക്കും. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ്, അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ഇൻവോൾവഡ് ചോദിക്കാറുണ്ട്. കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് 4 മാർക്കിന് തന്നെയാണ് ചോദിക്കാറ് കേട്ടോ. ദെൻ ചാപ്റ്റർ 7ലേക്ക് കിടക്കുമ്പോൾ രണ്ടാമത്തെ പാഠം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയൊരു പാഠം ഉണ്ടെങ്കിൽ അത് ചാപ്റ്റർ 7 ആണ്, ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഇവിടെ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഫോർമേഷൻ ഓഫ് എ കമ്പനി 5 മാർക്കിനും 8 മാർക്കിനും നമുക്ക് ചോദിക്കും. ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടേഴ്സ് 8 മാർക്കിന് ചോദിക്കാറുണ്ട്. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ്റെ കണ്ടന്റ് 6 മാർക്കിന്. മെമ്മോറണ്ടം ആർട്ടിക്കിൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് 6 മാർക്കിന്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കണ്ടന്റ് നമുക്കൊരു 4 മാർക്കിന്. വാട്ട് യു മീൻ ബൈ പ്രോസ്പെക്ടസ് ടേബിള്, ഇതിലെ ഇതൊന്നും കൂടാതെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കട്ടെ. വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് ടു ബി പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. അപ്പോൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പ്രോസ്പെക്ടസും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസും ടേബിളയും ഒക്കെ നമ്മളതിൽ എഴുതും. അപ്പോൾ വളരെയധികം essay ക്വസ്റ്റ്യൻസും ഷോർട്ട് essay ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചാപ്റ്റർ 7 ഉള്ളത്. നല്ലപോലെ പഠിക്കാം കേട്ടോ. ദെൻ ചാപ്റ്റർ 8 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 1-2 എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സോഴ്സസ് ഓഫ് ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും 8 സോഴ്സസ് അറിഞ്ഞിരിക്കണം. ദെൻ ഇക്വിറ്റി ഷെയർസും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസസ് 4 മാർക്കിന് 5 മാർക്കിന് ചോദിക്കും. മെറിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഷെയർസ് 4 മാർക്കിന് ചോദിക്കും. റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്താണ് അതിന്റെ ഫീച്ചർ, മെറിറ്റ് പഠിക്കാം. CRRും GDRും ADRും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. ഓക്കെ, നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാഠം, നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ദെൻ ചാപ്റ്റർ 9ലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ഇന്റേണൽ ട്രേഡാണ് പാഠത്തിൻ്റെ പേര്. ഒരുപാട് 1 മാർക്ക് 2 മാർക്കാണ് ഈ പാഠത്തിലുള്ളത്. 8 മാർക്ക് അങ്ങനെ റെയറാണ്, ചാൻസ് ഇല്ല എന്നല്ല. ഹോൾസെയിലേഴ്സിൻ്റെയും റീറ്റെയിലേഴ്സിൻ്റെയും ഫംഗ്ഷൻസ് 4 മാർക്കിന് അറിയണം. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അറിയണം. ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ആണ് 8 മാർക്കിന് മേ ബി ചോദിക്കുക. ഇറ്റിനറിൻ്റെ ഫിക്സഡ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഫിക്സഡ് ഷോപ്പ് ടൈലേഴ്സ്, ഇറ്റിനറിൻ്റെ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് മേ ബി അത് ചോദിക്കാം. ദെൻ ഇതിൽ നിന്ന് തന്നെയാണ് വാട്ട് യു മീൻ ബൈ ഹവാക്കേഴ്സ്, വാട്ട് യു മീൻ പെഡ്ലർ, ഹവാക്കേഴ്സ് ആൻഡ് പെഡ്ലേഴ്സ്, സ്ട്രീറ്റ് ട്രേഡേഴ്സ് എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിന് ചോദിക്കും. പിന്നെ സൂപ്പർ മാർക്കറ്റ് ബ്രാഞ്ച് ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ മൾട്ടിപ്പിൾ ബിസിനസ് ഒക്കെ നമുക്ക് 8 മാർക്കിന് ഫീച്ചേഴ്സും പ്ലസ് മെറിറ്റും ആയിട്ട് പഠിച്ചിരിക്കാം. ദെൻ എന്തൊക്കെ ഗുഡ്സുകളാണ് മെയിൽ ഓർഡർ ബിസിനസ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, അപ്പോൾ പിന്നെ മെയിൽ ഓർഡർ ബിസിനസ് എത്രത്തോളം സ്കോപ്പ് ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചറും ഇമ്പോർട്ടൻസും ഏതൊക്കെ ഗുഡ്സാണ് പറ്റുക എന്നുള്ളതും ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം 4 മാർക്കിന് കേട്ടോ. ദെൻ ചാപ്റ്റർ 10ഉം ചാപ്റ്റർ 11ഉം മിസ് രണ്ടും കൂടി ഒറ്റ പേജിൽ എഴുതിയിട്ടുള്ളൂ. കാരണം ഇത് രണ്ടും അത്ര കണ്ട് വലിയ പാടെന്ന് പറയാൻ പറ്റില്ല, നല്ല ഇമ്പോർട്ടൻ്റ് ആണെന്നും പറയാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല, ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏകദേശമുള്ള മാർക്കൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ ഒഴിവാക്കണേക്കാൾ മുന്നേ ഈ ടോപ്പിക്കുകൾ പഠിക്കാൻ ശ്രദ്ധിക്കാം. ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ തമ്മിലുള്ള ബിസിനസ്സിൻ്റെ ഡിഫറൻസ്, ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും ജോയിൻറ്റ് വെഞ്ചർ എന്താണെന്ന് ചോദിക്കും. ചാപ്റ്റർ 11 എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സും ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഫോർ ഇൻറ്റേർണൽ ട്രേഡിങ്. ഇതിൽ ഇൻറ്റേർണൽ ട്രേഡിംഗ് ആണ് മെയിൻ. അത് ഈ ഒരു ടോപ്പിക്ക് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പാഠെടുത്താൽ മതി. അതായത് നിങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റത്തെ 9 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ 10, 11 എടുത്താൽ മതി. കാരണം അവിടെയാണ് ഒരുപാട് ഷുവർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻസ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള പാഠമാണ്, വളരെയധികം നന്നായി ചോദിക്കാൻ ചാൻസുള്ള പാഠാന്നൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ അറിയാം. സോ ഇമ്പ്രൂവ്മെൻറ്റുള്ള കുട്ടികളും അല്ലാത്ത സ്റ്റുഡൻസും +1 വരെ ഒരേപോലെ ഇരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ എവറി വൺ, നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.